Welcome back. Today we are discussing the topic output devices part 2. So last classിൽ നമ്മൾ ഹാർഡ്വെയർ കമ്പോണൻസിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ ഔട്ട്പുട്ട് ഡിവൈസസിൽ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പീക്കേഴ്സ്, പ്ലോട്ടേഴ്സ് അതിനെ പറ്റിയാണ്. ഓക്കെ, ആൻഡ് മോണിറ്റർ നമ്മളതിൻ്റെ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, ഡിസ്പ്ലേ യൂണിറ്റ്. സോ ഇന്ന് നമ്മൾ അതിൻ്റെ റിമൈനിങ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിവൈസിൽ പ്രിൻറ്റേഴ്സിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻറ്റേഴ്സ് ആർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ്. സോ പ്രിൻ്റർ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. നമുക്ക് എന്തൊരു കാര്യവും നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യത്തെ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രിൻ്ററിൻ്റെ സഹായത്തോടെ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് നമുക്കതൊരു പേപ്പറിലേക്ക് ഡിസ്പ്ലേ ആക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റർ വേണം. എ പ്രിൻ്റർ ഈസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ദാറ്റ് ജനറേറ്റ്സ് എ ഹാർഡ് കോപ്പി ഓഫ് ദ ഇൻഫർമേഷൻ പ്രോസസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ഹാർഡ് കോപ്പി, അതായത് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ആ ഒരു ഹാർഡ് കോപ്പി ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് പ്രിൻ്റർ. ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രിൻ്റർ. പ്രിൻ്ററിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: ഇമ്പാക്ട് പ്രിൻ്റർ ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിൻ്റർ. സോ ഫസ്റ്റ് കാറ്റഗറി, ഇമ്പാക്ട് പ്രിൻ്റേഴ്സ്. Impact printers print the characters by striking them on the ribbon which is then pressed on the paper. സോ ഇമ്പാക്ട് പ്രിൻ്ററിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു റിബൺ ഉണ്ടായിരിക്കും. ഓക്കെ, ആ പ്രിൻ്ററിൻ്റെ റിബൺ സൈഡിൽ പോയി സ്ട്രൈക്ക് ചെയ്യും. അത് വന്നിട്ട് ഏത് പേപ്പറിലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ആ പേപ്പറിൽ വന്ന് പ്രസ്ഡ് ആവും. അങ്ങനെയാണ് ഇമ്പാക്ട് പ്രിൻ്ററിൽ ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നത്. The characteristics of impact printer are the following: very low consumable cost, very noisy, useful for bulk printing due to low cost. Low cost ആണ്, വളരെ നോയ്സി ആണ്, അതുപോലെ തന്നെ ബൾക്ക് പ്രിൻറ്റിങ് വരുന്ന സ്ഥലത്ത് ഇത് ഉപയോഗപ്രദമാണ്, കാരണം കോസ്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ. There is physical contact with the paper to produce an image. ആ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഈ പ്രിൻ്ററും ആ പേപ്പറും തമ്മിൽ ഉണ്ടായിരിക്കും. സോ ഇത്രയുമാണ് ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഈ തരത്തിലുള്ള ഇമ്പാക്ട് പ്രിൻ്ററിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 3 കാറ്റഗറി, 3 ടൈപ്പ് ഉണ്ട് അതിൻ്റെ. ഫസ്റ്റ് വൺ ഇസ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, സെക്കൻഡ് വൺ ഇസ് ഡെയ്സി വീൽ, തേർഡ് വൺ ഇസ് ഡ്രം പ്രിൻ്റർ. ഇങ്ങനെ ഈ ഒരു ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ കാറ്റഗറിയിൽ വരുന്ന 3 പ്രിൻ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്: ഡോട്ട് മെട്രിക്സ്, ഡെയ്സി വീൽ, ഡ്രം പ്രിൻ്റർ. സോ ഇമ്പാക്ട് പ്രിൻ്ററിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു കാറ്റഗറിയായ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ is an impact printer in which a character is printed on the paper by the back and forth movement of a print head against the ribbon drenched in ink. സോ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ നമ്മൾ പേര് സൂചിപ്പിച്ചെന്നുള്ള ഒരു ഇമ്പാക്റ്റ്, എന്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് അവിടെ പ്രിൻറ്റിങ് നടക്കുന്നത്. സോ ഇവിടെ പ്രിൻറ്റിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദ ക്യാരക്ടർ ഇസ് പ്രിൻറ്റഡ് ഓൺ പേപ്പർ ബൈ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്. സോ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻ്റ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത്? പ്രിൻ്റ് ഹെഡ്. ആ പ്രിൻ്റ് ഹെഡ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്തിട്ട് അത് എന്തിലാണ്? ഇങ്കിൽ മുങ്ങിയിരിക്കുന്ന ആ റിബണിൽ ആണ് ഈ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പ്രിൻ്റ് ഹെഡ് ഇങ്കിൽ റെഞ്ചഡായിരിക്കുന്ന ആ റിബണിലാണ് ചെന്നിട്ട് ഈ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് നടത്തുകയും ആ മൂവ്മെൻറ്റ് വഴി പേപ്പറിൽ ഇത് പ്രിൻ്റ് ആവുകയും ചെയ്യുകയാണ്. സോ ദീസ് പ്രിൻറ്റേഴ്സ് ആർ പോപ്പുലർ ബിക്കോസ് ഓഫ് ദ ഈസ് ഓഫ് പ്രിൻറ്റിങ് ആൻഡ് എക്കണോമിക്കൽ പ്രൈസ്. പ്രിൻറ്റിങ്ങിൻ്റെ ആ ഒരു ഈസിനെസ്സും പ്രൈസ് വളരെ കുറവായത് കൊണ്ടാണ് ഇത് വളരെ പോപ്പുലറായിരിക്കുന്നത്. ഈച്ച് ക്യാരക്ടർ പ്രിൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പാറ്റേൺ ഓഫ് ഡോട്ട്സ് and head consists of a matrix of pin of size 5x7, 7x9, 9x7 or 9x9. സോ ഇവിടെ ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൽ ഈ പ്രിൻറ്റിങ് നടക്കുന്നത് ഡോട്ട്സിൻ്റെ പാറ്റേൺ ഫോമിലാണ്. ഓക്കെ, അതായത് ഒരു ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡോട്ട്സ് ആയിട്ടായിരിക്കും ഒരു ക്യാരക്ടറിനെ പ്രിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ഡോട്ട്സ് ചേരുമ്പോഴായിരിക്കും ഒരു ക്യാരക്ടർ ആവുന്നത്. സോ ഈ ഡോട്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഹെഡ്, പ്രിൻ്റ് ഹെഡിൻ്റെ
പിൻ സൈസ് എന്ന് പറയുന്നത് 5x7 മെട്രിക്സ് അല്ലെങ്കിൽ 7x9 മെട്രിക്സ് അല്ലെങ്കിൽ 9x7 മെട്രിക്സ് അല്ലെങ്കിൽ 9x9 ഈ ഏതെങ്കിലും ഒരു ഓർഡർ ഓഫ് മെട്രിക്സിൻ്റെ ഫോമിലായിരിക്കും അവിടെ പിൻ സൈസ് കാണപ്പെടുക. ഓക്കെ, സോ വിച്ച് കംസ് ഔട്ട് ടു ഫോം എ ക്യാരക്ടർ. ഈ ഒരു എന്താണ് പിൻ സൈസിലാണ് നമുക്ക് എന്ത് ക്യാരക്ടർ പുറത്തേക്ക് വരുന്നത്. ആ റിബൺ ഇങ്ക് റെഞ്ച്ഡ് ആയിട്ടുള്ള റിബൺ ആ പ്രിൻ്റ് ഹെഡിൻ്റെ ബാക്ക് ഫോർത്ത് മൂവ്മെൻറ്റ് വഴി ഈ ഇങ്കിൽ ഡിപ്പായിരിക്കുന്ന റിബൺ ചെന്ന് ഹെഡ് ചെയ്യുകയും അത് പേപ്പറിൽ പ്രിൻ്റഡ് ആവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു പിൻ സൈസിലൂടെ ആയിരിക്കും ഈ ക്യാരക്ടേഴ്സ് പുറത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡോട്ട്സ് വെച്ചിട്ടായിരിക്കും ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് വിളിക്കാം. The dot matrix printer is also capable of producing carbon copies. കാർബൺ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കേപ്പബിൾ ആണ്. They ensure reliable printing and best suited for the fields where the content of printed data is more important than the quality of printing. സോ ഈ ഒരു പ്രിൻറ്റേഴ്സ് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഡേറ്റയുടെ കണ്ടൻറ്റിനാണ്, അല്ലെങ്കിൽ എവിടെയാണോ ഇത് പ്രിൻ്റ് ചെയ്യുന്നത് ആ പ്രിൻറ്റിങ് ഏരിയയിലായാലും വരുന്ന കണ്ടൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരിക്കലും പ്രിൻ്റ് ചെയ്ത് വരുന്നതിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, സോ ദ ഡോട്ട് മെട്രിക്സ് ആർ ചീപ്പ് ടു യൂസ് ആസ് ദ കോസ്റ്റ് ഓഫ് പ്രിൻറ്റിങ് പെർ പേജ് ഇസ് വെരി ലെസ്. ഇത് വളരെ ചീപ്പാണ് ഉപയോഗിക്കാൻ, കാരണം പെർ പേജിനുള്ള പ്രിൻറ്റിങ് ചാർജ് വളരെ കുറവാണ്. If the printer has not been in use for a long time, even then the ink ribbon remains preserved for the future use and does not dry up. നമ്മളിത് കുറേ നാളത്തേക്ക് ഈ പ്രിൻ്റർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ആ ഇങ്ക് റിബണിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും, എന്ത് ഡ്രൈ ആവാതെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. Advantages of dot matrix printer are inexpensive, widely used, other language characters can be printed. ഇതിൻ്റെ കോസ്റ്റ് കുറവും പോപ്പുലർ യൂസും അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജ് ക്യാരക്ടേഴ്സിനെ പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ തന്നെയാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും കളർ സപ്പോർട്ട് വളരെ കുറവാണ്, ക്വാളിറ്റി പുവറാണ്, നോയ്സിയുമാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡെയ്സി വീൽ പ്രിൻ്റർ. ഡെയ്സി വീൽ പ്രിൻ്റർ ഇസ് ആൻ ഇമ്പാക്ട് പ്രിൻ്റർ ദാറ്റ് പ്രൊഡ്യൂസ് പ്രിൻ്റ് ഔട്ട്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. സോ ഇവിടെ ഡെയ്സി വീൽ പ്രിൻ്ററും ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ കാറ്റഗറിയാണ്. പക്ഷേ എന്താണ്, ഗുഡ് ക്വാളിറ്റിയിലുള്ള പ്രിൻ്റ് ഔട്ട്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ഡിസ്കസ് ലൈ ഓൺ എ വീൽ ആൻഡ് പിൻസ് കറസ്പോണ്ടിങ് ടു ക്യാരക്ടേഴ്സ് ആർ ലൈക്ക് പെറ്റൽസ് ഓഫ് ഡെയ്സി ഫ്ലവർ. ഒരു ഡെയ്സി ഫ്ലവറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കിടക്കുന്നത്. അതായത് ആ ഡിസ്ക് ഒരു വീലിലാണ് ഇരിക്കുന്നത്, ദാറ്റ് ഇസ് ലൈങ് ഓൺ എ വീൽ, ആൻഡ് ആ ഡിസ്കിൻ്റെ പിൻസ് എന്താണ്, പെറ്റൽസ്, ഡെയ്സി ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഡെയ്സി വീൽ പ്രിൻ്റർ. ആ ഒരു ഫോമാറ്റിലാണ് ഇതിന് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡെയ്സി വീൽ പ്രിൻ്റർ എന്ന് പറയുന്നു. ഡിസ്ക് ഇൻ ദ ഡെയ്സി വീൽ പ്രിൻ്റർ ഇസ് റൊട്ടേറ്റഡ് അണ്ടിൽ ദ പെറ്റൽ കണ്ടെയ്നിങ് ദ ക്യാരക്ടേഴ്സ് ടു ബി പ്രിൻറ്റഡ് ഫേസസ് ദ പേപ്പർ. സോ എന്താണ്, ഡെയ്സി വീൽ പ്രിൻ്ററിൻ്റെ ഡിസ്ക് എപ്പോൾ വരെ റൊട്ടേറ്റ് ചെയ്യും? ദ പെറ്റൽ കണ്ടെയ്നിങ് ദ ക്യാരക്ടേഴ്സ് ടു ബി പ്രിൻറ്റഡ്. ഓക്കെ, പെറ്റൽ ഷേപ്പിലിരിക്കുന്ന എന്താണ്, പെറ്റൽസിൽ രൂപത്തിലിരിക്കുന്ന പിൻസിൽ ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്, ഫേസിങ് പേപ്പറിലേക്ക് ആ ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് വരെ എന്ത് ചെയ്യും, ആ ഡെയ്സി വീൽ പ്രിൻ്ററിൻ്റെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വൺസ് ദ റിക്വയർഡ് ക്യാരക്ടേഴ്സ് ഇസ് പൊസിഷൻ ടുവേർഡ്സ് ദ പേപ്പർ ദ ഡിസ്ക് ഇസ് സ്റ്റക്ക് ബൈ എ ഹാമർ. എപ്പോൾ ഈ ഡിസ്കിൻ്റെ റൊട്ടേഷൻ നിൽക്കും, എന്താണ്, എപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് ആ പേപ്പറിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ചെന്ന് പതിക്കുന്നു, അപ്പം എന്താണ്, ഒരു ഹാമർ വെച്ച് എന്താണെങ്കിൽ ഹാമർ വന്ന ആ ഒരു മൂവ്മെൻറ്റിനെ തടയുന്നത് പോലെ ആ ഡിസ്കിൻ്റെ റൊട്ടേഷന് ഈ ഒരു ഹാമർ സ്റ്റക്ക് ചെയ്യുന്നത് പോലെ നിൽക്കും. വിച്ച് ആക്ട് ആസ് എ പ്രിൻ്റ് ഹെഡ്. എന്താണ്, ഒരു പ്രിൻ്റ് ഹെഡായിട്ട് ഇത് ആക്ട് ചെയ്തിട്ട് അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യും പേപ്പറിൽ പ്രിൻ്റായി കഴിയുമ്പോഴത്തേക്കും. സോ ഇങ്ങനെയാണ് ഒരു ഡെയ്സി വീല് പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത്. The striking of hammer on the disc forces the disc to hit the ink soft ribbon and ribbon leaves an impression of the character on the paper.
സോ അപ്പോൾ ഒരു ഹാമർ സ്റ്റക്ക് ചെയ്യുന്ന കണക്ക് നിൽക്കുമ്പോൾ എന്താണ്, സ്റ്റക്ക് ചെയ്യുന്ന സമയത്ത് ദ ഡിസ്ക് ഫോഴ്സസ് ടു ഹിറ്റ് ദ ഇങ്ക് സോക്ട് റിബൺ. ഓക്കെ, എന്ത് ചെയ്യും, ഇങ്കിൽ സോക്ക് ചെയ്തിരിക്കുന്ന ആ റിബണിലേക്ക് വന്ന് ഫോഴ്സ് ചെയ്യും. എന്നിട്ട് എന്താണ്, ആ റിബൺ പേപ്പറിലേക്ക് ക്യാരക്ടറിൻ്റെ ഇംപ്രഷൻ കൊടുക്കും, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ടതിനെ പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഹാമറിൻ്റെ ഫോഴ്സ് മുഖേന ഇങ്കിൽ കോട്ടായിരിക്കുന്ന ആ ഒരു ഡിസ്ക് എന്ത് ചെയ്യും, പേപ്പറിൽ ചെന്ന് പതിച്ച് പ്രിൻ്റ് പ്രൊവൈഡ് ചെയ്യും. The only advantage of daisy wheel printer is that they allow printing of character of different fonts. പല ഫോണ്ട് സൈസിലുള്ള ക്യാരക്ടേഴ്സിനെ പ്രിൻറ്റ് ചെയ്യാൻ ഡെയ്സി വീൽ പ്രിൻ്റർ ഹെൽപ്പ് ചെയ്യും. ദ ഡെയ്സി വീൽ പ്രിൻ്റർ ഇസ് കേപ്പബിൾ ഓഫ് പ്രിൻറ്റിംഗ് ടെക്സ്റ്റ് ഓൺലി ആൻഡ് നോട്ട് ഗ്രാഫിക്സ്. ഇത് ടെക്സ്റ്റ് മാത്രമേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ, ഗ്രാഫിക്സിനെ പ്രിൻറ്റ് ചെയ്യത്തില്ല. സോ ദേ ആർ വെരി നോയ്സി ആസ് വെൽ ആസ് വെരി സ്ലോ ആൻഡ് ക്യാൻ പ്രിൻറ്റ് 10 to 75 ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്. ഇത് വളരെ നോയ്സിയാണ്, അതോടൊപ്പം തന്നെ വളരെ സ്ലോ ആണ്. 10 തൊട്ട് 75 ക്യാരക്ടേഴ്സിനെ മാത്രമേ ഒരു സെക്കൻഡിൽ ഇത് പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് ഡെയ്സി വീൽ പ്രിൻ്റർ ആർ മോർ ലേബിൾ ദാൻ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ബെസ്റ്റ് ക്വാളിറ്റി, ഫോൺസ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ്. ഇത് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ റിലയബിളാണ്, ക്വാളിറ്റി ഉണ്ട്, ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. Disadvantages is slower than dot matrix printer, noisy, more expensive than dot matrix printer. ഇത് വളരെ സ്ലോ ആണ്, പെർ സെക്കൻഡിൽ കുറച്ച് വേർഡ്സ് മാത്രമേ, ക്യാരക്ടേഴ്സ് മാത്രമേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ, വളരെ നോയ്സി ആണ്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവും ആണ്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. സോ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ കാറ്റഗറിയാണ്. അതിൽ 2 എക്സാമ്പിൾ കണ്ടു, ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററും ഡെയ്സി വീൽ printer. Assignment question: explain the different types of impact printers in detail. I hope that all of you understand the session. Thank you.